പോണേ? നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്താ ചെല്ലണ്ട്? ഓക്കെ, അപ്പൊ നമുക്ക് ഇറങ്ങാല്ലേ എന്നാ? ആരിനെ വിളിക്കാനാണ്? അപ്പുക്കാനല്ലേ? ആ, മുട്ടായും പിന്നെ എന്താ നിക്ക് വാങ്ങിച്ചു തരുന്നത്? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. 8 വർഷത്തിന് ശേഷം എൻ്റെ താത്താൻ്റെ മകൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, കാരണം ഞങ്ങൾ കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ അതിനുൻ്റെ ഇക്കാനെ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എയർപോർട്ടും കാണുന്നത്. പ്ലെയിൻ പോകുന്നതൊക്കെ വീട്ടിൻ്റെ മുകളിൽ നിന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ മുറ്റത്ത് നിന്നിട്ടൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലും എന്നാലും വലുതായിട്ട് കാണുന്നത് എയർപോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പ്ലെയിൻ കാണിച്ചു തരൂ എന്ന് ചോദിച്ചിട്ടാണ് ഇറങ്ങുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഓരോ ആൾക്കാർ വരുമ്പോഴും ഇത് അവനായിരിക്കും വേണ്ടി നമ്മളിങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഏറ്റവും ലാസ്റ്റാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. സാധാരണ വരുമ്പോൾ അവർ ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് വരാറ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് അവൻ ഒറ്റയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇത്രയും കുറച്ചൊരു ടൈം ഞങ്ങളുടെ കൂടെ നാട്ടിൽ നിൽക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ കാത്തിരുന്ന് അവൻ വന്നതിൻ്റെ സന്തോഷവും ഓട്ടപ്പാച്ചലുമായിരുന്നു അതിനുവിൻ്റെ അടുത്ത്. സന്തോഷ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് അവിടെ ചുറ്റിപ്പറ്റി ഇങ്ങനെ സോപ്പിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇക്കാരെ. ഒരു പെട്ടി പൊട്ടിക്കൽ ചടങ്ങും കൂടി അവിടെ അങ്ങോട്ട് കഴിച്ചു. കാരണം അവനക്കൊരു വാച്ച് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സോപ്പിടലൊക്കെ. പിന്നെ അതിനുൻ്റെ വാച്ച് കിട്ടിയപ്പോൾ പിന്നെ അതിന് ഭയങ്കര ഹാപ്പി. ഇതെല്ലാം കഴിഞ്ഞ് വയറ് വിശന്നപ്പോൾ നേരെ ഞങ്ങൾ ഹോട്ടലിൽ പോയി. അവിടെ പോയിട്ട് ഭക്ഷണം നല്ല വിശപ്പോട് കൂടിയാണ് പോയത്. പക്ഷെ ഭക്ഷണം കിട്ടാൻ നിറയെ സമയം പിടിച്ചു, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഒരു അടിപൊളി ഫുഡൊക്കെ കിട്ടി. നല്ലോണം വയറ് നിറയെ കഴിച്ചു. ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് വിട്ടു. വന്നിറങ്ങിയപ്പോൾ തൊട്ട് തന്നെ മഴ കണ്ടില്ല എന്ന് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സമയത്തൊന്നും മഴയുണ്ടായിരുന്നില്ല. പക്ഷെ വീട് എത്തിയ ശേഷം നല്ലൊരു മഴയും അവനിക്ക് കാണാൻ പറ്റി.